ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു റെസിപ്പി വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ നാഗാർജുനയിൽ ഈ റീസെന്റ് നമ്മൾ വിസിറ്റ് ചെയ്തു. അപ്പോൾ അവര് റൈസിന്റെ ഒപ്പം അവരുടെ മീൽസിന്റെ ഒപ്പം ഒരു സ്പെഷ്യൽ പൗഡർ എന്നോട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കഴിച്ച് ഇത് ഗീയുടെ ഒപ്പം പരിപ്പ് കറി, അവിടെ പപ്പ് കറിയുടെ കൂടെ കഴിച്ചപ്പോൾ സൂപ്പറായിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാധാരണ എനിക്ക് അത്രയും മീൽസിനോട് ഇഷ്ടമില്ലാത്ത ഒരാളാണ്, പക്ഷെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത് നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്യാൻ പോവാണ്. റെസിപ്പി കിട്ടിയിട്ടുണ്ട്. സോ ലെറ്റ്സ് ഡു ഇറ്റ് ടുഗെദർ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ഉണ്ടാക്കാൻ പോകുന്ന കന്തിപ്പൊടി അല്ലെങ്കിൽ ഗൺ പൗഡർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് 3 ടൈപ്പ് പരിപ്പ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഇത് ചന ഡാലാണ് ഏറ്റവും വലുതായിട്ടുള്ളത്, പിന്നെ ഇത് തൂർ ഡാലാണ് മീഡിയം സൈസിലുള്ളത്, ഇത് മൂങ് ഡാൽ. സോ ഈ 3 പരിപ്പാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് എല്ലാം നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ എടുക്കുന്നത് ഞാൻ തൂർദാലാണ്. ഇതൊരു 3/4 കപ്പോളം ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ അളക്കേണ്ടത് അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു 1/4 കപ്പ് ചന ഡാൽ. ലാസ്റ്റത്തെയാണ് മൂങ് ഡാൽ, അതും നമ്മളൊരു 1/4 കപ്പാണ് എടുക്കുന്നത്. ഇനി അടുത്ത പരിപാടി തന്നെ ഒരു പാൻ വെക്കുക. ഇത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇൻഡിവിജ്വലി റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് അടുത്ത പരിപ്പ് ഇടുക. ഇതേപോലെ സെയിം പ്രോസസ് നമ്മളെല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മൾ മൂങ് ഡാലാണ് ഇട്ടേക്കുന്നത്. 3 വെറൈറ്റി പരിപ്പ് നമ്മളിതാ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു 6-7 വെളുത്തുള്ളി തൊണ്ട് കളയാത്തത്, പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളക് ഞാനൊരു 6-7 എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില ആവശ്യത്തിന്, പിന്നെ കുറച്ച് ചെറുജീരകം ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുജീരകം. ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യാണ് ഇനി ചെയ്യേണ്ടത്. എല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി കൂടി ചേർക്കുക. നമുക്കൊരു മിക്സർ ജാറിലേക്ക് ഇത് മാറ്റിയിട്ട് ഫുൾ എല്ലാം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇതാ നമ്മുടെ നാഗാർജുനയിൽ കിട്ടുന്ന ഗൺ പൗഡർ അല്ലെങ്കിൽ കന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ഇത് എത്ര വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം. എക്സാക്ട് ടേസ്റ്റ് തന്നെയായിരുന്നു, അതേപോലെ തന്നെ അത് ഒത്തു വന്നു. അപ്പോൾ ഇങ്ങനെ എപ്പോഴും സ്ഥിരമായി കഴിക്കുന്ന ഫുഡ് കഴിച്ച് ബോറടിക്കുമ്പോൾ ഒരു വേറെ സ്ഥലത്ത് ഒരു ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹം വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിപ്പോൾ വൈറ്റ് റൈസിൻ്റെ കൂടെയാണ് ചേരുന്നത്. ഒരു പരിപ്പ് കറിയുടെ ഒപ്പം കുറച്ച് നെയ്യ് ഒഴിച്ച് ഇങ്ങനെ ഈ പൊടിയും കൂടെയാണ് അതിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. അപ്പൊ ഈ റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇത് ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വൈറ്റ് റൈസിന്റെ കൂടെ ആയിരിക്കും കൂടുതൽ ചേരുന്നത്, വിത്ത് ഗീ ആൻഡ് പരിപ്പ് കറി. അപ്പൊ എന്താ, ഇഷ്ടമാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ അടിയിൽ ലൈക്കും കൊടുക്കണം കേട്ടോ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.